നവകേരള സദസ്സിനെ കുറിച്ചുള്ള പഠനത്തിന്റെ ഭാഗമായി പോലീസ് അടക്കം വിവിധ വകുപ്പുകളിൽ നിന്ന് വിവരങ്ങൾ തേടി IMG. നവകേരള സദസ് പ്രചാരണ ധൂർത്ത് മാത്രമെന്ന വിമർശനം നിലനിൽക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റ് പഠനം നടത്തുന്നത്. CPM സമ്മേളന വേദികളിൽ പോലും നവകേരള സദസ്സിനെതിരെ വിമർശനം ഉയർന്നിരുന്നു. വിവരങ്ങളുമായി പ്രജിത് മോഹനൊപ്പം ചേരുന്നു. പ്രജിത്ത്, പറയൂ. കൃഷ്ണരാജ, ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് CPM പോലും തള്ളിക്കളഞ്ഞ പരിപാടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ക്ഷേമ പെൻഷൻ അടക്കം മുടങ്ങിയ കാലത്ത് നവകേരള സദസ്സ് നടത്തിയത് രാഷ്ട്രീയമായി തന്നെ വലിയ തിരിച്ചടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് CPM ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തിയ പ്രധാനപ്പെട്ട വിലയിരുത്തലുകളൊന്നും. അപ്പോൾ ഭരിക്കുന്ന പാർട്ടി തന്നെ തള്ളിക്കളഞ്ഞ ഒരു ധൂർത്തെന്ന് വിമർശനം കേട്ട ഒരു പരിപാടിയെക്കുറിച്ചാണ് അപ്പോൾ ഇത്തരത്തിലൊരു പഠനം നടത്താൻ IMG പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട ഏജൻസി അല്ലെങ്കിൽ ഒരു സംവിധാനം ഒരു പഠനത്തിന് തയ്യാറായിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വൈരുദ്ധ്യാത്മകമായ ഒരു കാര്യമെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം പൂർണ്ണമായും രാഷ്ട്രീയ വിവാദത്തിലേക്ക് മാറിയിട്ടുള്ള വലിയ അഴിമതി ധൂർത്തെന്നുള്ള വിമർശനം കേട്ട, അതോടൊപ്പം തന്നെ അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് DYFIയുടെ രക്ഷാപ്രവർത്തനമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ രീതിയിലുള്ള വലിയ വിമർശനങ്ങൾ ഉണ്ടായിട്ട് കൂടി അതിനെ ഒരു വിജയകരമായ പരിപാടി എന്ന രീതിയിൽ വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമായി ഒരു പഠനം ഇപ്പോൾ നടത്താനാണ് ഈ രീതിയിലുള്ള IMG തയ്യാറായിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി എടുത്തു പറയേണ്ടത്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഒന്ന് അതിന്റെ നടത്തിപ്പിന് ചെലവഴിച്ച കോടികളുണ്ട്, പ്രത്യേകിച്ച് പരസ്യ പ്രചാരണങ്ങൾക്കും മറ്റുമായി ചെലവഴിച്ചത്. അതായത് അവിടെ അങ്ങനെ ഒരു ധൂർത്ത് അത് ആവശ്യമില്ലാത്തതാണെന്ന് പിന്നീട് തെളിഞ്ഞു. ആ പരാതികളൊന്നും പരിഹരിക്കപ്പെട്ടില്ലെന്ന് തെളിഞ്ഞു. വെറുതെ ഇങ്ങനെ ആൾക്കാരെ വഴിയിൽ അടച്ചിട്ട് മുഖ്യമന്ത്രി പരിവാരങ്ങളുമായി യാത്ര ചെയ്ത രക്ഷാപ്രവർത്തനം എന്ന പേരിൽ ഹെൽമറ്റ് കൊണ്ട് യുവാക്കളുടെ തലക്കടിച്ച് പൊട്ടിച്ച വലിയൊരു പരിപാടി എന്ന് സ്വയം അഹങ്കരിച്ച് എവിടെയും എത്താതെ പോയ നവകേരള സദസ്സിന് ധൂർത്തുകൾ വേറെ. ഇനി അതിനെക്കുറിച്ച് പഠിക്കാൻ CPM പോലും തള്ളിക്കളഞ്ഞ ഒരു പരിപാടിയെക്കുറിച്ച് പഠിക്കാൻ പണം വേറെ. അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ പഠനം നടത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസക്തമായ ഒരു ചോദ്യം മനസ്സിൽ വരുന്നത്, ഈ നവകേരള സദസ്സിന് വേണ്ടി വാങ്ങിയ 1 കോടി രൂപ ചെലവഴിച്ച് വാങ്ങിയ ബസ് പിന്നീട് അത് മ്യൂസിയം ആക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. വലിയ ആളുകളൊക്കെ ഒരുപാട് കാണാൻ വരുമെന്നൊക്കെ പറഞ്ഞ വലിയ ചർച്ചയൊക്കെ ആയതാണ്. ആ ബസ് ഇപ്പോൾ എവിടെയാണെന്ന് പോലും നമുക്ക് ആർക്കും അറിയാത്തൊരവസ്ഥയുണ്ട്. എവിടെയോ പൊടി പിടിച്ച് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. അങ്ങനെ ആ ബസ്സിനെ കുറിച്ചും ഒക്കെയുള്ള പഠനം ഈ ഘട്ടത്തിൽ നടത്തുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതോടൊപ്പം തന്നെ ഈ രക്ഷാപ്രവർത്തനം ഒപ്പം മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കമുള്ളവർ മുഖ്യമന്ത്രി കരിങ്കൊടി കാണിക്കാൻ എത്തിയവരെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്. അതുമായി ബന്ധപ്പെട്ട കോടതികളിൽ വരെ പരാമർശങ്ങളും വിവാദങ്ങളും ഒക്കെയായി നിലനിൽക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി വീണ്ടും ഒരു പഠനം നടത്താൻ, വീണ്ടും പണം ചെലവഴിക്കാൻ സർക്കാർ തയ്യാറാകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മൊത്തത്തിൽ ഏതാണ്ട് 100 കോടിക്കടുത്താണ് നവകേരള സദസ്സിന് ചെലവായി സംസ്ഥാന സർക്കാർ അന്ന് ചെലവഴിച്ചത്. അതുകൊണ്ട് സർക്കാരിന് രാഷ്ട്രീയമായി പോലും നേട്ടമുണ്ടായില്ല. പരാതി നൽകിയ ജനങ്ങളുടെ പരാതികൾ കാലങ്ങളായി കെട്ടിക്കിടക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിമർശനങ്ങൾ വേറെ. അത് കഴിഞ്ഞ് വീണ്ടും സർക്കാർ അദാലത്തുകളുമായൊക്കെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ പരാതികളൊന്നും തീരുന്നില്ല, രാഷ്ട്രീയമായി ഗുണവും ഉണ്ടായില്ല. വലിയ വിമർശനങ്ങളും കേട്ടു, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പിലടക്കം അത് തിരിച്ചടിയായെന്ന സ്വന്തം പാർട്ടി പോലും വിലയിരുത്തി. ഒടുവിൽ ഇതാ വീണ്ടും ഒരു പഠനത്തിന് സംസ്ഥാന സർക്കാർ. അല്ല, ഇനി ഈ പഠനം നടത്തിയാലേ ബസ് മ്യൂസിയത്തിൽ വയ്ക്കാൻ പറ്റൂ എന്ന അവസ്ഥയാണോ? കൃഷ്ണരാജ, അത് അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഇനി പഠനം നടത്തി ഇത് നവകേരള സദസ്സ് കേരളത്തിന്റെ നിർവഹണ സംവിധാനത്തിലെ ഒരു ശ്രദ്ധേയമായ സുപ്രധാനമായ ഏടെന്നൊക്കെയുള്ള കണ്ടുപിടുത്തമൊക്കെ IMG നടത്തുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ബസ് വീണ്ടും മ്യൂസിയത്തിലൊക്കെ വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം അത്രയധികം ശ്രദ്ധേയമായ ഒരു ഭരണ നേട്ടത്തിന്റെ ഉദാഹരണമായ ബസ് എടുത്ത് കാട്ടേണ്ടി വരുമെന്നുള്ളതാണ് ആ ഘട്ടത്തിൽ പറയേണ്ടത്. ഏതായാലും വലിയ ലക്ഷ്യങ്ങളാണ് IMGയുടെ പഠനവുമായി ബന്ധപ്പെട്ട സർക്കാരും സംവിധാനവും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രത്യേകിച്ച് ഈ നവകേരള സദസ്സിന്റെ തുടക്കം മുതൽ അതിൻ്റെ സംഘാടനം, നടത്തിപ്പ്, അതിനുവേണ്ടി പ്രവർത്തിച്ച വകുപ്പുകൾ, അവയുടെ സംഭാവനകൾ, അവർ വഹിച്ച ഉത്തരവാദിത്തങ്ങൾ, നടപ്പിലാക്കിയ കാര്യങ്ങൾ എന്നിവയിങ്ങനെ വളരെ വിപുലമായിട്ടുള്ള വിവരശേഖരണമാണ് ഇപ്പോൾ IMG ആരംഭിച്ചിരിക്കുന്നത്. ഇതിൽ പോലീസ് അടക്കമുള്ള വിവിധ വകുപ്പുകളോട് ഇത്തരത്തിലുള്ള വിവരങ്ങൾ കൈമാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് 1 മാസം കൊണ്ട് ഈ പഠനം പൂർത്തിയാക്കി ഈ
റിപ്പോർട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് IMGയുടെ മുന്നിലുള്ള ലക്ഷ്യം. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നവകേരള സദസ് നടന്ന് ഒരു മാസം കഴിഞ്ഞിട്ട് കൂടി അല്ലെങ്കിൽ മാസങ്ങൾ എടുത്തിട്ട് കൂടി അന്നത്തെ പരാതികളൊന്നും തീർപ്പായില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നീട് ഒട്ടനവധി വിവരാവകാശ രേഖകളും അടക്കമുള്ളവയൊക്കെ പുറത്തു വന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മളും ഒരുപാട് വാർത്തകൾ നൽകിയതാണ്. അപ്പോൾ വീണ്ടും ഒരു പഠന ദൂർത്ത് കൂടിയാണോ ഇത് എന്നുള്ളൊരു സംശയങ്ങൾ, ആക്ഷേപങ്ങൾ ഒക്കെ ഇപ്പോൾ തന്നെ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിമർശനങ്ങളെ, വിവാദങ്ങളെയൊക്കെ വെള്ളപൂശാനുള്ള ഒരു പഠനമായിരിക്കും ഇതെന്നുള്ളത് ഇപ്പോൾ തന്നെ ഒരു വിമർശനാത്മകമായി മറ്റ് പ്രതിപക്ഷ സംഘടനകളിൽ നിന്നും BJP പോലുള്ള പ്രസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ IMGയുടെ പഠനത്തിൽ കൂടി നവകേരള സദസ്സിൻ്റെ എന്തൊക്കെ ഗുണങ്ങളാണ് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. നേരത്തെ പ്രതീക്ഷരാജ് പറഞ്ഞതുപോലെ ഈ പഠന റിപ്പോർട്ട് വന്നു കഴിഞ്ഞെങ്കിലും ആ ബസ് ഒന്ന് മ്യൂസിയത്തിൽ വെക്കുമോ എന്നുള്ള ഒരു പരിഹാസ ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ നവമാധ്യമങ്ങളിലുമൊക്കെ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമാണ്. കൃഷ്ണരാജ്.